നമസ്കാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾക്കിടയിലുള്ള ഒരു കുപ്രചരണമുണ്ട്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് നിർബന്ധമായിട്ട് കഴിക്കണം. മരുന്നും മരണവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് പലപ്പോഴും പല രോഗികളുടെയും സംസാരങ്ങൾ. അവരുടെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള മരുന്ന് കഴിക്കൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മരുന്നിനും മരണത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കറിയാം, യാതൊരു ബന്ധവുമില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ മരണപ്പെടുമെന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് ഭയമാണ്. ഈ ഭയത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവൻ്റെ സമ്പത്ത്, അവൻ്റെ സ്വത്തുക്കൾ, അവൻ്റെ അധികാരം, അവൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അവന് നഷ്ടപ്പെടുമെന്നുള്ളൊരു തോന്നൽ, ഒരു ഭയം ആ വ്യക്തിയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ എന്തും ചെയ്യും. ആ ഒരു ഭയത്തിലൂടെയാണ്, ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് പല രോഗികളെയും ഇന്ന് ഓരോ മരുന്നുകളും നിർബന്ധപൂർവം കഴിപ്പിച്ച് മാറാ രോഗികളും അവസാനം എല്ലാ അവയവങ്ങളെയും നശിപ്പിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയയിലേക്കും തുടർന്ന് മരണത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഇതിലൂടെ വലിയൊരു സാമ്പത്തിക കച്ചവടം തന്നെയാണ് ഈ സമൂഹത്തിൽ, ഈ രോഗങ്ങൾക്കിടയിൽ, മരുന്നുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. മരുന്ന് കഴിക്കാത്ത വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരാരെങ്കിലും ദൈനംദിനം മരിച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടോ? മരുന്ന് കഴിച്ചില്ല എന്നതിൻ്റെ പേരിൽ റോട്ടിൽ കൂടെ അല്ലെങ്കിൽ നാട്ടിൽ കൂടെയൊക്കെ മരണപ്പെട്ട് കിടക്കുന്ന നമ്മൾ ആരും കാണുന്നുണ്ട്. ഇനി മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. അത് എപ്പോൾ സംഭവിക്കും, എവിടെ വെച്ച് സംഭവിക്കും എന്നുള്ളതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ മരുന്ന് എന്ന് പറയുന്ന രാസവിഷം കഴിക്കുന്ന ഒരാൾ വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരണപ്പെടും എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് കഴിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്ന് എത്രത്തോളം ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിലേക്ക് ഉപയോഗിക്കുന്നുവോ, അവൻ ഭക്ഷണം പോലെ കഴിക്കുന്നുവോ, അതിനനുസരിച്ച് അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും അവയവങ്ങളെയും നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. അതിലൂടെ ആ ശരീരത്തിന് മുന്നോട്ട്, ജീവനുള്ളിടത്തോളം കാലം മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ ശരീരത്തെ കൊണ്ടെത്തിക്കുകയും ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് കീഴടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ വാക്സിൻ എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ മരണപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യം നമുക്ക് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണവും അതുപോലെ തന്നെ മരുന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മരണം എന്ന് പറയുന്നത് അത് കൃത്യമായി നടക്കും, സംഭവിക്കുന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലില്ല. അതുപോലെ തന്നെ മരുന്ന് കഴിച്ചില്ല എന്നതിൻ്റെ പേരിൽ ആയുസ് കുറയ്ക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ പ്രകൃതിയിലില്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ അവയവങ്ങളെ നശിപ്പിക്കാതെ, നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കാതെ, ആയുസ് എത്രയാണോ ഉള്ളത് അത്രയും കാലം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, നിങ്ങളുടെ ബിസിനസ്സിലായാലും ജോലിയിലായാലും സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വന്തം കടമയെ, സ്വന്തം ഉത്തരവാദിത്വത്തെ നഷ്ടപ്പെടുത്താതെ, മറ്റ് ബാഹ്യമായ ഇടപെടലിലൂടെ നശിപ്പിക്കാതെ ജീവിക്കാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.